ഇത് വെറും 3 മിനിറ്റ് മാത്രം ചെയ്യുക. അവർ നിങ്ങളെ ഉടൻ തന്നെ വിളിക്കും. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ സമയം കണ്ടെത്തിയതിന് നന്ദി. ഈ വീഡിയോയിൽ നിങ്ങളുടെ പ്രത്യേക വ്യക്തിയിൽ നിന്നും ഉടനടി ഒരു ഫോൺ കോൾ ലഭിക്കാൻ സഹായിക്കുന്ന ശക്തമായ 3 മിനിറ്റ് സാങ്കേതിക വിദ്യ ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയാം. ഇത് വളരെ വേഗത്തിലുള്ള ഒരു രീതിയാണ്. അതിനാൽ ഇത് പരീക്ഷിക്കാതിരിക്കുവാൻ യാതൊരു കാരണവുമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയിൽ നിന്നും, ആ ഒരു ഫോൺ കോളിൽ നിന്നും അത്ഭുതകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ വളരെ വേഗത്തിൽ ഉടൻ തന്നെ നിങ്ങളെ വിളിപ്പിക്കാൻ സഹായിക്കുന്ന ഈ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാന ആശയം ഉറച്ച അറിവാണ്. ഉറച്ച അറിവ് എന്നത് എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളെ ബന്ധപ്പെടാതെ ഇരിക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ ആ വ്യക്തിക്ക് നിങ്ങളെ വിളിക്കാനും നിങ്ങളുമായി സംസാരിക്കാനും അതിയായ ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾ ഉറപ്പോടെ അറിയണം. അറിയുക എന്നത് ഏറ്റവും ശക്തമായ ഒരു മാനസികാവസ്ഥയാണ്. അത് ഒരു അനുഭവമാണ്. ഒരു കാര്യം പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യമാണ്, ഒരു കാര്യം ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്. ഇത് സംഭവിച്ചേക്കാം, ഇത് സംഭവിച്ചാൽ നന്നായിരിക്കും എന്ന് ചിന്തിക്കുന്നത് ഒരു രീതിയാണ്. പക്ഷെ മറ്റൊരു നിലപാടുണ്ട്. അത് വെറും ഉറപ്പോടെ അറിയുക എന്നതാണ്. ഇത് തീർച്ചയായും സംഭവിക്കും, സംഭവിക്കാതെ വഴിയില്ല. ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഫോൺ കോളുകൾ ആകർഷിക്കുന്ന ആളാണ്. ഞാൻ ആ വ്യക്തിയിൽ നിന്നും എപ്പോഴും സന്ദേശങ്ങൾ ലഭിക്കുന്ന ആളാണ്. എനിക്ക് അവരുടെ ഭാഗത്ത് നിന്നും എല്ലായ്പ്പോഴും സ്ഥിരമായ ആശയവിനിമയം ലഭിക്കാറുണ്ട്. അവർ എന്നെ തീർച്ചയായും വിളിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. വളരെ എളുപ്പമാണ് അല്ലേ? പുറത്തെ എന്ത് സാഹചര്യമായാലും, എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ഉറച്ച ഉറപ്പുണ്ടായിരിക്കണം. അവർ എപ്പോഴും എന്നെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതിനാൽ അവർ വീണ്ടും എന്നെ വിളിക്കുമെന്നത് സ്വാഭാവികമാണ്. അതുതന്നെയാണ് യഥാർത്ഥ ശക്തി. ഇത് സംഭവിക്കുമെന്ന ഉറപ്പോടെ അറിയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തണം. ആ അവസ്ഥയിലെത്തുമ്പോൾ അത് യാഥാർത്ഥ്യമാകും. നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളെയാണ് നാം ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയിൽ നിന്നും എപ്പോഴും ബന്ധപ്പെടുന്ന ഒരാളാണ് നാം എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് യാഥാർത്ഥ്യമാകും. ഈ സാങ്കേതിക വിദ്യ വെറും 3 മിനിറ്റ് മാത്രമാണെങ്കിലും അത് നിങ്ങളുടെ കാഴ്ചപ്പാടും വിശ്വാസങ്ങളും മാറ്റിമറിക്കും. ചിലർക്ക് ആദ്യ ശ്രമത്തിൽ തന്നെ ഫലം ലഭിക്കും. എന്നാൽ ഇത് കൂടുതൽ ചെയ്യുന്നതോടെ നിങ്ങളുടെ വിശ്വാസം കൂടുതൽ ശക്തമാകും. ആ ഉറച്ച അറിവിൻ്റെ അവസ്ഥ കൂടുതൽ ആഴത്തിൽ നിങ്ങളിൽ രൂപപ്പെടും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഫലങ്ങൾ അതിവേഗം ലഭിക്കാൻ തുടങ്ങും. അതിനാൽ ഇത് ചെയ്യുമ്പോൾ ഇത് മനസ്സിൽ സൂക്ഷിക്കുക. ഈ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാന ആശയം ഇതാണ്. ഇതിൽ നമ്മൾ അനുഭവിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുക. ഇപ്പോൾ വെറും 3 മിനിറ്റിന് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറ്റിവെക്കൂ. ഇതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ മനസ്സിൽ കാണുന്നതും നിങ്ങൾ സങ്കല്പിക്കുന്നതും ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുക. അങ്ങനെ കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നത്ര ആ ഉള്ളിലെ ഉറച്ച വിശ്വാസം നിങ്ങളിൽ വേഗത്തിൽ വളരും. അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയിൽ നിന്നും ഉടനടി ഒരു ഫോൺ കോൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇത് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ തയ്യാറാണെങ്കിൽ 3 മിനിറ്റ് ആരംഭിക്കുന്നതിന് മുൻപ് പൂർണ്ണമായും ശാന്തമായ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, നിങ്ങൾ ആദ്യം തന്നെ മറ്റൊരു തടസ്സങ്ങളുമില്ലാത്ത നിശബ്ദമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. ആഴത്തിൽ ശ്വാസം അകത്തേക്ക് എടുക്കുക. ഒരു നിമിഷം ഹോൾഡ് ചെയ്തതിന് ശേഷം അത് പതിയെ പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കുക. പതിയെ ശ്വാസം അകത്തേക്ക് എടുക്കുക, ഹോൾഡ് ചെയ്യുക, പതുക്കെ പുറത്തേക്ക് വിടുക. ഇപ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും ശാന്തമായ ഒരു അവസ്ഥയിലായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിൽ എടുക്കാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിൽ തന്നെ പിടിച്ചിരിക്കുക. ഇതിനോട് താല്പര്യമില്ലെങ്കിൽ ഫോൺ മാറ്റിവെച്ചും ഇത് ചെയ്യാവുന്നതാണ്. എന്നാൽ ചിലർക്ക് ഫോൺ കയ്യിൽ പിടിക്കുന്ന സമയത്ത് കൂടുതൽ ആത്മവിശ്വാസം, ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് സഹായിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ ഫോൺ കയ്യിലെടുക്കുക. ശേഷം ഒരിക്കൽ കൂടി ശ്വാസം അകത്തേക്ക് എടുക്കുക, ഹോൾഡ് ചെയ്യുക, പതുക്കെ
പുറത്തേക്ക് വിടുക. നമുക്ക് കണ്ണുകൾ പതുക്കെ അടയ്ക്കാം. ഇനി നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. കണ്ണുകൾ അടച്ച് പൂർണ്ണമായും ശാന്തമായിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ മനസ്സിൽ വ്യക്തമായി കാണുക. അവർ പരിചിതമായ ഏതെങ്കിലും ഒരു സ്ഥലത്താണെന്ന് സങ്കല്പിക്കുക. അത് അവരുടെ വീടായിരിക്കാം, ഒരു പാർക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കാം. അവർ അവിടെ ഒറ്റയ്ക്കാണ്. നിങ്ങൾ ഒരു പൂന്തോട്ടത്തിലെ ചിത്രശലഭത്തെ പോലെ അവരെ നിരീക്ഷിക്കുകയാണ്. നിങ്ങൾ അവിടെ ഉണ്ടെന്ന് അവർ അറിയുന്നില്ല. എന്നാൽ നിങ്ങൾ അവരെ മുകളിൽ നിന്നും വ്യക്തമായി കാണുകയാണ്. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. അവർ അനുഭവിക്കുന്ന വികാരങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ അനുഭവിക്കുന്ന വികാരങ്ങൾ നിങ്ങൾക്കും അനുഭവിക്കാനാകുന്നതിനാൽ അവരുടെ ഉള്ളിൽ ഇപ്പോൾ ശക്തമായ ഒരു ആഗ്രഹം കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ആ ആഴത്തിലുള്ള കത്തുന്ന ആഗ്രഹം എങ്ങനെയായിരിക്കുമെന്ന് അനുഭവിച്ചു നോക്കൂ. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും വളരെ ശക്തമായി ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ. അവർ ഇപ്പോൾ അതേ വികാരം അനുഭവിക്കുകയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളെ ബന്ധപ്പെടാനും ഈ നിമിഷം തന്നെ നിങ്ങളെ വിളിക്കാനും അവർക്ക് അതിയായ ആഗ്രഹമുണ്ട്. അവർക്ക് ചെറിയൊരു അശാന്തി തോന്നുന്നത് പോലെ കാണാം. നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്നും മാറ്റി നിർത്താൻ അവർക്കാവുന്നില്ല. ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിങ്ങളോട് പറയാൻ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. തീർച്ചയായും അത് ഒരു നല്ല വാർത്തയാണ്. അവർ അല്പം അസ്വസ്ഥനായി അങ്ങുമിങ്ങും ചലിക്കുന്നതും ഫോൺ എടുത്ത് അതിലേക്ക് നോക്കുന്നതും നിങ്ങൾക്ക് സങ്കല്പിക്കാം. ഞാൻ ഇവരെ വിളിക്കണോ വേണ്ടയോ എന്ന് അവർ ആലോചിക്കുകയാണ്. ഈ വ്യക്തിയോട് എനിക്കൊരു കാര്യം പറയണം എന്ന ശക്തമായ തോന്നൽ ഇത് എൻ്റെ മനസ്സിൽ നിന്നും പുറത്തുവിടണം. ഞാൻ അവരെ വിളിക്കണം. നിങ്ങളെ വീണ്ടും വിളിക്കാനുള്ള ആ ശക്തമായ ആവേശഭരിതമായ ആഗ്രഹം അവരുടെ ഉള്ളിൽ ജ്വലിക്കുകയാണ്. ഇത് വെറും സങ്കല്പമല്ല, ഇതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അത് സത്യമാണെന്ന് സ്വയം വിശ്വസിക്കാൻ അനുവദിക്കൂ. ഇപ്പോൾ അവർ അവരുടെ ഫോൺ കയ്യിലെടുക്കുന്നതായി നിങ്ങൾക്ക് കാണാം. ഒരുപക്ഷെ അവർ ഇതുവരെ ഫോൺ ഉപയോഗിച്ചിരുന്നില്ലായിരിക്കാം. ഇപ്പോൾ തന്നെ അവർ ഫോൺ എടുക്കാൻ കൈ നീട്ടുന്നതായി സങ്കല്പിക്കുക. അവർ ഫോൺ എടുത്ത് മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയോടെ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. അവർ നിങ്ങളെ വിളിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളുടെ ഫോൺ മുഴങ്ങുകയോ വൈബ്രേറ്റ് ചെയ്യുകയോ ചെയ്യുന്നതായി അനുഭവിക്കുക. വൈബ്രേഷൻ, ശബ്ദം, റിങ്ങിങ്, എന്തായാലും അത് ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. നിങ്ങൾ പുഞ്ചിരിക്കുന്നു, കാരണം അതിൽ യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. ഇത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് മുൻപേ അറിയാമായിരുന്നു. ഈ കോൾ വരുമെന്ന് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അവർ നിങ്ങളുടെ നമ്പർ ഡയൽ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിൽ കണ്ടിരുന്നു. അതിനാൽ ഈ കോൾ വരുന്നതും സ്വാഭാവികമാണ്. അതിനാൽ ഇത് സംഭവിച്ചതിൽ നിങ്ങൾ ശാന്തമായ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നു. നിങ്ങളുടെ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ അത് ചെവിയോട് ചേർത്ത് പിടിക്കുക. നിങ്ങൾ കോൾ എടുക്കുന്നു, ഹലോ എന്ന് പറയുന്നു. മറുവശത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയാണ്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ തന്നെയാണ് അവർ പറയുന്നത്. ഒരു പക്ഷേ അവർ പറയുന്നത് ഞാൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നായിരിക്കാം, അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കൂ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വളരെയധികം മിസ് ചെയ്യുന്നു. അത് എന്ത് തന്നെ ആയാലും ആ വാക്കുകൾ ഇപ്പോൾ അവർ നിങ്ങളോട് പറയുന്നതായി മനസ്സിൽ അനുഭവിക്കുക. കുറച്ച് നിമിഷങ്ങൾ എടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുമായി ആ സംഭാഷണം തുടരുക. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചതെല്ലാം അവർ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ അവരോട് എന്താണ് മറുപടി പറയുന്നത്? ഈ സംഭാഷണം മനസ്സിൽ സ്വാഭാവികമായി മുന്നോട്ടും പിന്നോട്ടും തുടരട്ടെ. എന്നാൽ ഓർക്കുക, ഇത് യഥാർത്ഥത്തിൽ നടക്കുന്നതാണെന്ന് വിശ്വസിക്കുക. ഇപ്പോൾ ഈ സമയം നിങ്ങളുടെ പ്രത്യേക വ്യക്തിയുമായുള്ള ഈ സംഭാഷണം പതുക്കെ അവസാനിപ്പിക്കാം. അവർ പറയേണ്ടതെല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളും അവരോട് മനസ്സിലുള്ളത് മറുപടിയായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.
പിന്നീട് വീണ്ടും കാണാമെന്ന് തീരുമാനിക്കുകയോ ഉടൻ തന്നെ നേരിൽ കാണാമെന്ന് പറയുകയോ ചെയ്ത് ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കുക. സാഹചര്യം എന്തു തന്നെ ആയാലും ഇപ്പോൾ ഈ സംഭാഷണം മനോഹരമായി അവസാനിപ്പിക്കുക. പരസ്പരം യാത്ര പറയുക. ഇപ്പോൾ കണ്ണുകൾ അടഞ്ഞ നിലയിൽ തന്നെ തുടരുക. അവസാനമായി 3 തവണ ആഴത്തിൽ ശ്വാസമെടുക്കുക. ഒരു നിമിഷം ഹോൾഡ് ചെയ്ത് പുറത്തേക്ക് വിടുക. ഇനി സാവധാനം കണ്ണുകൾ തുറക്കാം. അങ്ങനെ നമ്മുടെ ശക്തമായ ഈ മാനിഫെസ്റ്റേഷൻ പൂർത്തിയായിരിക്കുന്നു. 3 മിനിറ്റിനേക്കാൾ അല്പം കൂടുതൽ സമയം എടുത്തുപോയി. ക്ഷമിക്കണം, കൃത്യമായി 3 മിനിറ്റിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ, അതിൽ പരിചിതമാകുമ്പോൾ ഇത് ഏകദേശം 3 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ആ ശക്തി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഇത് ഇപ്പോൾ തന്നെ നടക്കുകയാണ്. അവർ എന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ഉറപ്പോടെ വിശ്വസിക്കുമ്പോൾ ആ ശക്തി അനുഭവിക്കുക. അവർക്ക് നിങ്ങളെ വിളിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. ആ വികാരം അവർ അനുഭവിക്കുന്നത് പോലെ നിങ്ങൾക്കും അനുഭവപ്പെടുമ്പോൾ നിങ്ങളുടെ ഫോൺ റിങ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, തീർച്ചയായും അവർ എന്നെ വിളിക്കുമായിരുന്നു. ഇത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. തീർച്ചയായും ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഉറച്ച വിശ്വാസമായി മാറും. തീർച്ചയായും അവർ അവർ നിങ്ങളെ വിളിക്കും. തീർച്ചയായും അവർ നിങ്ങളോട് സംസാരിക്കും. തീർച്ചയായും ഇത് ദിവസവും സംഭവിക്കുന്ന കാര്യമാണ്. അവർക്ക് എപ്പോഴും എന്നോട് പറയാൻ എന്തെങ്കിലും ഉണ്ടാകും. ഞാൻ എപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. ഇത് തന്നെയാണ് ഉള്ളിലെ ആ ഉറച്ച വിശ്വാസം. നമുക്ക് ആഗ്രഹിക്കുന്നത് എന്തും സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ആ ശക്തി. ഇത് ഫോൺ കോളുകൾ ലഭിക്കുന്നതിനപ്പുറം പോകുന്ന ഒരു ആശയമാണ്. ഇത് വീണ്ടും വീണ്ടും പരീക്ഷിച്ചു നോക്കുക. ചിലർക്ക് ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള ഫലം ലഭിച്ചു തുടങ്ങും. അത് അതിശയകരമാണ്, അല്ലേ? പക്ഷേ ഉടൻ ഫലം ലഭിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഇന്ന് രാത്രി വീണ്ടും ശ്രമിക്കുക. നാളെ രാവിലെ വീണ്ടും ശ്രമിക്കുക. ദിവസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 തവണ ഇതിനായി സമയം മാറ്റിവെക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഫോൺ മുഴങ്ങാൻ തുടങ്ങും, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, സന്ദേശങ്ങളും കോളുകളും വരാൻ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയിൽ നിന്നും സംഭാഷണങ്ങൾ തുടരാൻ സഹായിക്കും. ആ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് വിശ്വസിക്കുക. ഇത് ഒന്ന് പരീക്ഷിച്ചു നോക്കുക. എന്നാൽ ഒരു പ്രധാന കാര്യം, ഇത് ചെയ്യുമ്പോഴും കോളുകളോ സന്ദേശങ്ങളോ ലഭിക്കണമെന്ന ആഗ്രഹത്തിൽ അമിതമായി മുഴുകരുത്. കാരണം ആകാംക്ഷയിൽ മുഴുകുന്നത് ഉറച്ച വിശ്വാസത്തിന് എതിരായ അവസ്ഥയാണ്. അമിതമായ ആകാംക്ഷ എന്നത് ഉറച്ച വിശ്വാസമില്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾ ഫലത്തിനായി വെറുതെ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറെ മാനസിക സമ്മർദ്ദമോ പ്രതിരോധമോ അമിത ചിന്തയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ വ്യക്തിയെക്കുറിച്ചുള്ള ഇത്തരം ആഗ്രഹങ്ങളിൽ ആകാംക്ഷയും കുറച്ചുകൊണ്ട് ഈ ഒരു വിദ്യ പരിശീലിച്ചു നോക്കുക. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയിൽ നിന്നും ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു കോൾ ലഭിച്ചിരിക്കും. ഇത് പരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവങ്ങൾ കമന്റിലൂടെ പങ്കുവെക്കാവുന്നതാണ്. ഇത് മറ്റുള്ളവർക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കും. എല്ലാവരും ഇത് പരീക്ഷിച്ചു നോക്കുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.